മോനെ ആ കൊച്ചെങ്ങനുണ്ട്? കുഴപ്പമൊന്നുമില്ല. ഇത് കുഴപ്പമില്ലെന്ന് എന്തുവാ? നിന്നെക്കാളും നല്ല കൊച്ചാ, ഞാൻ കണ്ടുപിടിച്ച കൊച്ചാ. കുഴപ്പമില്ലാതൊന്നുമില്ല. അതൊക്കെ എനിക്കറിയാം. അത് നിനക്കറിയാമെന്ന് എനിക്കും അറിയാം. നിന്റെ സാറും മുറയൊന്നും അതിൻ്റെ അടുത്ത് കാണിക്കരുത്. അതിന്റെ വൈബിനനുസരിച്ച് നീ നിൽക്കണം, അല്ലാതെ നിന്റെ വൈബിനനുസരിച്ച് അതിനെ ചിട്ട പഠിപ്പിക്കാൻ നിൽക്കരുതെന്നാണ് ഞാൻ പറഞ്ഞത്. മനസ്സിലായോ? എൻ്റെ അമ്മ എന്തിനീ കിടന്ന് വാ വെക്കുന്നേ? ഇതൊക്കെ പറ. പിന്നെ വാ വെക്കാതിരിക്കാൻ പറ്റുമോ? ജോലിക്കൊന്നും പോകുന്നില്ലോടാ? ഓൺലൈനിൽ എന്തൊക്കെയോ നോക്കുന്നുണ്ട്. അവർക്ക് സ്വന്തമായിട്ട് എന്തൊക്കെയോ തുടങ്ങാനാന്നാ പറയുന്നത്. ഫാഷൻ ഡിസൈനിങ് എന്നല്ലയോ പറഞ്ഞത്? അതാകുമ്പോൾ മോനെ നമ്മുടെ 2-3 ബ്ലൗസ് ഉണ്ട്, അത് ആ കൊച്ചിനെ കൊടുത്തൊന്ന് തയ്പ്പിക്കണം. ആ ഷീജ എടുത്ത് തയ്പ്പിക്കാൻ നേരം 800 രൂപ ഒരു ബ്ലൗസിന് വാങ്ങിച്ചത്. നമുക്കേ വീട്ടിൽ ആളുണ്ടെന്ന് അവളും അറിയട്ടെ. ഇനി അവിടെ കൊടുക്കുന്നില്ല, നല്ല പറഞ്ഞിട്ടാണ് ഇങ്ങനെ വന്നത്. ഞാനേ കല്യാണം കഴിച്ചുകൊണ്ടിരുന്നത് അമ്മയ്ക്ക് സാരി തയ്ക്കാനും ബ്ലൗസെ മുത്തു പിടിപ്പിക്കാനും അല്ല, കടല്ല. ആഹാ, മൂത്ത് നരച്ച് കൊരച്ച് 36 വയസ്സായി നിന്ന നിന്നെ നല്ലൊരു കിളുന്ത് പോലത്തെ പെൺകൊച്ചിനെ ആലോചിച്ച് കെട്ടിക്കാമെങ്കിൽ ഈ കൊച്ചിനെ കൊണ്ട് എന്റെ ബ്ലൗസ് തയ്പ്പിക്കാനും എനിക്കറിയാം കേട്ടോ. അയ്യോ, ഒന്ന് മിണ്ടാതിരി നിങ്ങളൊന്ന്, ചുമ്മാ ചിലക്കുന്നേ. പിന്നല്ലാതെ നീ പോയി ആ കൊച്ചിന്റെ അടുത്ത് അങ്ങനെ ഇരിക്കാൻ നോക്ക്. അല്ലെങ്കിൽ ഞാൻ അങ്ങോട്ട് തന്നെ പോകുന്നത്. മുതുക്കന് കല്യാണം കഴിഞ്ഞപ്പോഴത്തേക്ക് ഇളക്കമാണല്ലോ. വേണ്ട വേണ്ട, കൂടുതലൊന്നും പറയണ്ട. ചേട്ടൻ വരാൻ എനിക്ക് ഭയങ്കര വിഷമമായിപ്പോയി. ഞാൻ കരഞ്ഞില്ലെന്നേ ഉള്ളൂ, അറിയോ? തലകെട്ടാൻ നേരത്തെങ്കിലും വരുമെന്ന് വിചാരിച്ച് ഞാൻ എത്തി നോക്കി. വേണ്ട, ഒന്നും പറയണ്ട. അപ്പം നമ്മൾ തമ്മിൽ ഇത്രയൊക്കെ ഉള്ളല്ലേ. ഇനി മിണ്ടത്തില്ലെന്ന് വിചാരിച്ചതാ ഞാൻ. പക്ഷെ നമുക്കങ്ങനെ മിണ്ടായിരിക്കാൻ പറ്റുമോ? എന്തായാലും നാട്ടിൽ വരുമ്പം വീട്ടിലോട്ടൊക്കെ വരണേ. ഞാൻ ലൊക്കേഷനൊക്കെ ഇട്ടുതരാം കേട്ടോ. വരുമോ? വന്നില്ലേലുണ്ടല്ലോ ഞാൻ ഡിസ്റ്റർബ് ചെയ്യും. കുത്തിയിരുന്ന് ഞാൻ വിളിക്കും, നോക്കിക്കോ. എന്താ മണിക്കൂർ ഒന്നായി ഫോൺ വിളി തുടങ്ങിയിട്ട്. കഴിഞ്ഞെങ്കിൽ നമുക്ക് രണ്ടോടൊന്ന് കിടക്കായിരുന്നു. പ്രതിഭേട്ടൻ, ചേട്ടൻ അറിയത്തില്ലേ? ഇല്ല, അറിയത്തില്ല. എൻ്റെ FBയുടെ കവർ പേജിൽ ചേട്ടനും ഉണ്ട്. നല്ല ഹൈറ്റ്, നല്ല ടെക്സ്ചർ, നല്ല മസില്, നല്ല സ്കിന്ന്. മുടിയൊക്കെ ആണെങ്കിൽ സോഫ്റ്റ് അങ്ങ്. ചേട്ടൻ കണ്ടിട്ടില്ലയോ? ഇല്ല, കണ്ടില്ല. ചേട്ടൻ ഒന്നും വിചാരിക്കില്ല. ഇവരൊക്കെ എന്ന് പറഞ്ഞാൽ ഭയങ്കര പാർട്ടി മൂടാങ്ങ്. അങ്ങ് ജില്ലെന്ന് പറഞ്ഞങ്ങ് നിൽക്കും. ചേട്ടനോ അതുകൊണ്ടൊക്കെ ആവണമെന്നാണ് എൻ്റെ ഒരു ആഗ്രഹം. ചേട്ടൻ പാർട്ടി മൂടാണോ? പാർട്ടി മൂടൊക്കെ, പക്ഷെ എന്നെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയെന്നേ ഉള്ളൂ. ചേട്ടൻ നമ്മുടെ കല്യാണത്തിന് വിപിൻ ചേട്ടനെ കണ്ടായിരുന്നാ? ഇല്ല. സീരിയലിൽ കണ്ടിട്ടില്ലേ? ഞാൻ ഈ സീരിയലൊന്നും കാണാറില്ല. ഞാനും ഈ സീരിയലൊന്നും കാണത്തില്ലായിരുന്നു. പിന്നെ വിപിൻ ചേട്ടനെ കാണാൻ വേണ്ടി മാത്രം ഞാൻ കുത്തിയിരുന്ന് കാണുന്നതാ. ചേട്ടൻ്റെ ഫാൻസ് എന്ന് പറഞ്ഞാൽ ഫുൾ പെണ്ണുങ്ങളാ. ഞാനൊന്ന് വിളിക്കട്ടെ. അവിടെ ചേട്ടാ, ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, നിനക്ക് ചേച്ചിമാര് സുഹൃത്തുക്കളൊന്നും ഇല്ലയോ? മൊത്തം ആണുങ്ങളെ ഉള്ളോ? ഈ ചേച്ചിമാർ കല്യാണം കഴിഞ്ഞു പോയ പിന്നെ ഒന്നും വായിക്കും കൊള്ളത്തില്ല. അവരവരുടെ ജീവിതമായിട്ടങ്ങ് പോകും. പക്ഷെ ചേട്ടന്മാരങ്ങനെയല്ല. അവരങ്ങ് ചില്ലെന്ന് പറഞ്ഞങ്ങ് നിൽക്കത്തില്ലയോ? വൈബങ്ങ്. ചേട്ടനൊന്നും തോന്നലില്ല, നമ്മളൊക്കെ ആ ഒരു സെറ്റപ്പാണ്. ചേട്ടൻ എങ്ങനെയാ? മൊത്തത്തിൽ വൈബാണ്. അതിന് നീ പേടിക്കണ്ട കേട്ടോ, ഞാൻ ജില്ലൊക്കെയാ. 36-ാമത്തെ വയസ്സിൽ എൻ്റെ കമ്പനിയിലുള്ള ചേട്ടന്മാരെല്ലാം സൂപ്പറാ. എന്താണെന്നറിയത്തില്ല, എനിക്കങ്ങ് ക്രഷാണ് അവരോടെല്ലാം. അപ്പൊ എന്നോടോ? ചേട്ടനോട് എനിക്ക് റെസ്പെക്റ്റ് അല്ലേ? റെസ്പെക്റ്റ്? ഞാൻ നിന്റെ അച്ഛനല്ല, ഭർത്താവാ. കിടക്ക്. അയ്യോ വരും ചേട്ടൻ വാരണാസിന്ന് വിളിക്കുക. ഞാനൊന്ന് സംസാരിച്ചിട്ട് വരാവേ. വാരണാസി നാറിക്ക് ഉറക്കമൊന്നും ഇല്ലയോ? ചേട്ടാ, ചേട്ടൻ ജിമ്മിനോറുണ്ടോ? കണ്ടിട്ട് എന്ത് തോന്നുന്നു? ഒന്നും തോന്നില്ല, അതാ ഞാൻ ചോദിച്ചത്. അപ്പം മനസ്സിലായല്ലോ. കറക്റ്റ്, പോകുന്നില്ല. ഞാൻ ബാംഗ്ലൂർ വർക്ക് ചെയ്യുന്ന സമയത്ത് ഞാൻ പോവായിരുന്നു. എന്തിന്? അവരുടെ ജേഴ്സി വരും ഡിസൈൻ ചെയ്യാനോ? വർക്ക്ഔട്ട് ചെയ്യാൻ ചേട്ടാ. ഞാൻ കാർഡിയോയും കാര്യങ്ങളൊക്കെ ചെയ്യായിരുന്നു. ഞാൻ നല്ല ഫിറ്റ് അല്ലേ? നമുക്ക് ഒരുമിച്ച് പോയാലോ? ഒരുമിച്ച് ഞാനില്ല, എനിക്ക് വയ്യ, നീ പൊയ്ക്കോ. ഞാൻ ഇങ്ങോട്ട് വന്നല്ലേ ഉള്ളൂ ചേട്ടാ. എനിക്കിവിടെ പരിചയത്തിൽ ഒരു ജിമ്മും ഇല്ല. ഒരു കാര്യം ചെയ്യ്, എൻ്റെ കൂട്ടുകാരൻ്റെ പവർ ജിമ്മുണ്ട്, ഞാൻ വിളിച്ച് പറഞ്ഞേക്കാം. പൊയ്ക്കോ. എങ്കിൽ ഞാൻ ഇന്ന് പോട്ടെ? പൊയ്ക്കോ. ഇപ്പൊ തന്നെ പോട്ടെ? ഒക്കോ. എങ്കിൽ ഞാൻ ചേട്ടൻ്റെ വണ്ടി എടുത്തോണ്ട് പോട്ടെ? അമ്മോ, അമ്മ ചായ. അമ്മ ഫ്ലാസ്കിൽ എടുത്ത് വെച്ചിട്ട് കുടിക്കേ. അമ്മയ്ക്ക് എന്തോ ഒരു പുച്ഛം. എന്താടാ നിനക്ക് വയ്യേ? അമ്മയ്ക്ക് വയ്യേ? നീ എന്നെ മെക്കിട്ട് കയറാൻ വരുവാന്നോ? നിന്റെ കെട്ടിയോളം എന്തിയേ? അവളേ അമ്മയുടെ കൂട്ടല്ല, തിന്നിട്ടിങ്ങനെ അനങ്ങാതിരിക്കുവല്ല. അവള് രാവിലെ പോകാൻ റെഡിയാവുക. എങ്ങോട്ട്? ജോലിക്ക് പോകാൻ പോവാന്നോ? അമ്മേ,
അവൾ കതിര് പോലെ ഇരിക്കുവാണെങ്കിൽ അവളുടെ ആരോഗ്യം അവൾ ശ്രദ്ധിക്കുന്നുണ്ട്. ജിമ്മിനും റെഡിയാവും അവൾ. അതിന് ഈ നാട്ടിൽ നിന്റെ കൂട്ടുകാരുടെ ജിമ്മല്ലേ ഉള്ളൂ, വേറെ ജിമ്മൊന്നും ഇല്ലല്ലോ പെണ്ണുങ്ങൾക്ക് പോകാൻ പറ്റിയേ. അവിടെ തന്നെ പോകുന്നത്. എടാ എടാ അവിടെ ആണുങ്ങൾ മാത്രമല്ലേ ഉള്ളൂ, പെണ്ണുങ്ങളൊന്നും ഇല്ലല്ലോ. ഈ ആണുങ്ങൾ ഇടയ്ക്കോട്ടാന്നോ കെട്ടിപ്പറക്കി ട്രൗസർ ഇട്ടിട്ട് പോകാൻ പോകുന്നത്? അതെന്തു? എടാ കൊച്ചു പ്രായവാ, കഷ്ടപ്പെട്ട് കല്യാണം നടത്തി എനിക്ക് ഇതിന്റെ ബുദ്ധിമുട്ട് അറിയത്തുള്ളൂ, നിനക്കിതൊന്നും അറിയണ്ടല്ലോ. അമ്മ ഒന്ന് പോയ അവിടുന്ന്, ആവശ്യമില്ല കാര്യം പറയാതെ. ഒരു കാര്യം ചെയ്, നീയും കൂടെ അങ്ങ് പോ. എനിക്കങ്ങ് പോയി. എടാ ചമ്പനങ്ങാതെ ഇങ്ങനെ ഇരിക്കാതെടാ, വെറുതെ ഇരുന്ന് തിന്നാതെടാ, പോടാ അങ്ങോട്ടാ. അല്ലെങ്കിൽ അത് പോട്ടെ, 10-25 വയസ്സല്ലേ ഉള്ളൂ, പോകുന്നെങ്കിൽ പോട്ടെ. ഇപ്പൊ നല്ല പേരെ കിട്ടുവാണെങ്കിൽ ദൈവം അതിനെ അങ്ങനെ അനുഗ്രഹിച്ചെന്ന് വിചാരിച്ചോളൂ. ഞാൻ പോട്ടെ. എവിടെ? ജിമ്മില്. ജിമ്മിന്? ജിമ്മിന് തൽക്കാലം പോകണ്ട. അയ്യോ അതെന്താ ചേട്ടാ? ചേട്ടനല്ലേ പറഞ്ഞ പോയിട്ട് വരാൻ. നമ്മുടെ ഈ ജിമ്മിലെ മൊത്തം ആണുങ്ങളാണ്. അതിനെന്തുവാ? അതിനെന്താണോ, ഈ ആണുങ്ങളെന്ന് പറഞ്ഞാലേ വളരെ മോശപ്പെട്ട ആണുങ്ങളാണ്. ഈ പീഡന കേസിലകത്ത് പോയി പരവളിറങ്ങുന്ന ആണുങ്ങളാണ് ഇവിടെ ജിം പഠിക്കാൻ വരുന്നത്. കുഴപ്പമില്ലായിരുന്നു. കുഴപ്പമുണ്ട്. ഞാൻ പോയി ആ വിഷയമായി, പിന്നെ ഞാൻ വന്ന് കേസായി വഴക്കായി, അതൊക്കെ ശരിയാവത്തില്ല. നിനക്ക് നിന്റെ ചേട്ടനെ വേണം. ഞാൻ പിന്നെ വർക്കൗട്ട് ചെയ്യാൻ അവിടെ പോവും. വർക്കൗട്ട് ചെയ്യാനൊന്നും സ്ഥലമില്ലാത്തത്. വിശാലമായ വീട്, പറമ്പ്, എവിടെ വേണമെങ്കിലും വർക്കൗട്ട് ചെയ്യാം. പറമ്പിലൊക്കെ നിന്ന് എങ്ങനെയായിട്ടാ വർക്കൗട്ട് ചെയ്യുന്നേ? പറമ്പിൽ ചെയ്യേണ്ട, അതാണ്ട് ബാൽക്കണിയുണ്ട്. ഞാൻ ഈ ബാൽക്കണി പണിഞ്ഞിട്ടത് തന്നെ വർക്കൗട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. നിന്നോ കിടന്നോ തല കുത്തിയോ എങ്ങനെയാന്ന് വെച്ചാൽ മോള് ചെയ്തു. പക്ഷെ ജിമ്മി മാത്രം പോകരുത്. പോ ചെല്ലടാ, ഓടാ. എന്താ ഗീത, ഞാൻ പറഞ്ഞത് മനസ്സിലായില്ലേ? തൻ്റെ കല്യാണത്തിന് ഡിസൈൻ വർക്ക് ഞാൻ ചെയ്യും, ഫുൾ സാരി എൻ്റെ വക. മനസ്സിലായില്ലേ? എന്താ കിട്ടുന്നതെന്നോ? ഫ്രീഡം. താനില്ലെങ്കിൽ വേറെ ആള്, അത്രേ ഉള്ളൂ. കുറേ നേരം കൊണ്ട് പാട്ട് കേൾക്കുന്നു, പാട്ടെങ്കിലും മാറ്റി പിടിക്കും. എന്റെ പൊന്ന് ചേട്ടാ, പറഞ്ഞിട്ട് എനിക്ക് തീരുന്നില്ല. ഇന്ന് രാവിലെ ഞാൻ കണ്ട കാഴ്ച, എന്ത് രസമായിരുന്നു. ഇങ്ങനെ നോക്കി നിന്നു. അയലത്തെ വീട്ടിലോട്ടൊക്കെ നോക്കി നിൽക്കുന്നതേ ഭയങ്കര മോശമായിട്ടുള്ള കാര്യമാണ്. അതും നോക്കിയിട്ട് തോന്നുന്ന ഭർത്താവിനോട് വന്ന് പറയുന്നത്. എന്തോ തെറ്റ്? ഒരു തെറ്റുമില്ല. ഞാൻ ബാംഗ്ലൂർ ആയിരുന്ന സമയം എല്ലാം നോക്കുമായിരുന്നു. എനിക്കിഷ്ടപ്പെട്ട എല്ലാം ഞാൻ നോക്കിയിരിക്കും. എന്നിട്ടെന്തുവാ, പറ്റുവാണെങ്കിൽ അതങ്ങ് സ്വന്തമാക്കും. സത്യം പറയാലോ, എനിക്ക് സ്വന്തമാക്കാൻ തോന്നി. സ്വന്തമാക്കിയിട്ട് ഇങ്ങനെ. ഞാൻ നിന്റെ ഭർത്താവല്ലേ, ഒരു ഭർത്താവിനോട് ഇങ്ങനെ ഡയറക്റ്റ് വന്ന് പറയാമോ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ? ഭർത്താവിന് എന്തുവാ കൊമ്പുണ്ടോ? 100-70% സ്ത്രീകളും ഇതൊക്കെ ആഗ്രഹിക്കും. അങ്ങനെയൊക്കെ ഉണ്ടോ? ദൈവമേ, നാളെയും വർക്കൗട്ട് ചെയ്യാൻ പോകുമ്പോ കണ്ടാ മതിയായിരുന്നു അതുപോലെ. ഓഹോ, അവിടെ വരെ എത്തിയോ? മതി, നിർത്ത്. ഇത് ഏത് മുതലാടാ ഇത്? പുതിയ വാടകക്കാരൻ. നീ ഇങ്ങനെ ടെൻഷൻ അടിച്ചിട്ടോ വിരലിട്ട് അനക്കിയിട്ടോ
മോതിരിട്ട് ഇളക്കിയിട്ടോ യാതൊരു കാര്യവുമില്ല. ആ കൊച്ചിനെ കുറ്റം പറയാൻ പറ്റത്തില്ല. അതിൻ്റെ പ്രായവത, അതിന് കുറേ സങ്കല്പങ്ങൾ കാണും. ആ സങ്കല്പത്തിലുള്ള ചെറുക്കനല്ല നീ, അത് നീ മനസ്സിലാക്കാം. ചിലപ്പോൾ ആ സങ്കല്പത്തിലുള്ള ചെറുക്കനായിരിക്കും അവൻ. അതുകൊണ്ട് അവനെ വായുമ്പോളൊന്ന് നോക്കിക്കൊണ്ട് നിന്നത് കൊച്ച്. അതിനിപ്പോൾ ഞാൻ എന്താ വേണമെന്ന് അമ്മ ഈ പറയുന്നേ? എന്തോ വേണമെന്നോ? എടാ, നിന്റെ അച്ഛൻ എങ്ങനെയുള്ളവനായിരുന്നു? ഒരു കഴിവുമില്ലായിരുന്നു. എൻ്റെ സങ്കല്പത്തിലുള്ള മനുഷ്യനേ അല്ലായിരുന്നു അങ്ങേര്. പക്ഷെ ഞാൻ അങ്ങേരെ ആ രീതിയിലാക്കി എടുത്തു. അതെൻ്റെ മിടുക്ക്. ഈ കൊച്ചിനും അതുപോലെ വേണ്ടുന്നത്. അവക്ക് പറയാൻ പറ്റത്തില്ലെങ്കിൽ നീ അത് അറിഞ്ഞ് ചെയ്യണം. മനസ്സിലായോ? എന്ന് വെച്ചാൽ അമ്മ എന്തോ പറയുന്നു? എന്ന് വെച്ചാൽ അവിടെ സങ്കല്പത്തിലുള്ളൊരു ഭർത്താവായി നീ മാറണമെന്ന്. അപ്പം നാളെ മുതൽ തുടങ്ങിക്കോ. എന്തുവാ? ഓ, 8 ആയപ്പോഴത്തേക്കും കുഴപ്പി. നേരം വെളുത്തപ്പോൾ തൊട്ട് ഞാൻ ഇവിടെ വന്നിരിക്കുക. എനിക്ക് അടുക്കളയിൽ പണിയുണ്ട്. വയ്യെങ്കിൽ പറ, എനിക്ക് പോയി പണി ചെയ്യണം. അങ്ങോട്ട് പയറ് പോലെ അങ്ങോട്ട് ചെയ്യങ്ങോട്ട്. 808, 809. എന്തോ അമ്മ ഇവിടെ? അയ്യോ മോളെ, രാവിലെ തുടങ്ങി കസർത്താ. ഇതുപോലെ ആരോഗ്യം ശ്രദ്ധിക്കുന്ന ഒരു പയ്യൻ ഈ നാട്ടിൽ വേറെ ഇല്ല. ഇപ്പൊ ഇത് ചെയ്യുന്നു, പിന്നെ പിടിച്ച് വലിച്ച് പുള്ളപ്പ് ചെയ്തു, ചിന്നപ്പ് ചെയ്തു, സിറ്റപ്പ് ചെയ്തു, എല്ലാ അപ്പും ചെയ്തിട്ട് കിടന്ന് ഓടി. ഇവന്റെ ഓട്ടം കണ്ട് പെട്ടി കിടന്ന പന്നി വരെ എണ്ണീറ്റ് ഓടി. ഓ, എന്റെ മോനാന്ന് പറയാൻ എനിക്ക് അഭിമാനം തോന്നുക. If I'm lying, then I'm flying. Don't play into the amusement. If we trying, we ain't dying. Never sleep, never sleep. ചത്താലും കുറുക്കന്റെ കണ്ണു കോഴി കൂട്ടില്ല. They can't compete. If you gotta skip steps, then the plan is not complete. Get your reps in. എന്തുവാണ് നോക്കുന്നേ? എന്ത് രസാ, എന്തൊരു ഒഴുക്കാ. എന്തുവാ അമ്മ ഒഴുക്ക്? ഒഴുക്കെന്ന് വെച്ചാൽ വഴക്കം. അവനെ കണ്ടില്ലേ, അവനിങ്ങനെ വഴങ്ങി 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 നിൽക്കുന്നത്. ആ ചെറുക്കൻ അതുണ്ട്, നിനക്കതില്ല. എനിക്കെന്തോ അപ്പോൾ ഉള്ളത്? നിനക്ക് വഴക്ക് 24 മണിക്കൂർ ആ കൊച്ചിനെ ഓരോന്ന് പറഞ്ഞ് അങ്ങ് വഴക്ക് പറയുമല്ലയോ. അങ്ങനെ വഴക്ക് പറയുമ്പോൾ ആ കൊച്ചു വഴക്കമുള്ളവനെ നോക്കിപ്പോകും. തെറ്റു പറയാൻ പറ്റത്തില്ല. എടാ, നീ ഇങ്ങനെ വഴക്കമുള്ളവനാവണം. എങ്ങനെ? നിന്റെ അച്ഛൻ എന്നെ കെട്ടുമ്പോൾ നിന്റെ അച്ഛന് 150 കിലോ ഉണ്ടായിരുന്നു, അറിയാമോ? ഞാൻ നിന്റെ അച്ഛനെ കതിര് പോലെ ആക്കി. എന്തോ അച്ഛനെ നമ്മൾ ക്രിസ്മസിന് അറുത്ത് വിറ്റോ? അല്ല, നിയന്ത്രിച്ചു. ആഹാരം നിയന്ത്രിച്ചു. നിന്റെ അച്ഛന് ഞാൻ നെയ്യ് കൊടുക്കത്തില്ല, ഉപ്പ് കൊടുക്കത്തില്ല, പഞ്ചാര കൊടുക്കത്തില്ല, കുടിക്കാൻ വെള്ളം പോലും കൊടുക്കത്തില്ലായിരുന്നു. വയറ് ചാടും. അതുകൊണ്ട് ഇങ്ങനെ ഇരുന്ന മനുഷ്യൻ കതിര് പോലായി. നിന്റെ അച്ഛൻ ഈ വീട്ടിന് വെളിയിറങ്ങാൻ ഗേറ്റ് തുറക്കണ്ടായിരുന്നു. എന്താ? എടാ, കമ്പിക്കിടയിൽ കൂടി ഇങ്ങനെ ഞൊഴിഞ്ഞങ്ങ് പോകത്തില്ലേ, അതാണ് വഴക്കം. മനസ്സിലായോ? ചുമ്മാ അല്ല അച്ഛൻ 48 വയസ്സിൽ മരിച്ചത്. ആ പെണ്ണ് ആഗ്രഹിക്കുന്നതേ വഴക്കമുള്ളൊരു ഭർത്താവിനെയാ. അതുപോലെ ആവാൻ നോക്ക്, അല്ലെങ്കിൽ ആ പെണ്ണിന്റെ പാട്ടിന് പോകും. മനസ്സിലായോ? അമ്മയ്ക്ക് എന്താ അമ്മ ഒരു വഴക്കമില്ലാത്ത? ആര് പറഞ്ഞു എനിക്ക് വഴക്കമില്ലെന്ന്? എന്റെ സ്വഭാവത്തിന് നല്ല വഴക്കമാണ്. മനസ്സിലായോ? അമ്മ ഞാനിപ്പോ എന്തോ ചെയ്യണ്ടേ? നിനക്ക് ഇന്നോട്ട് ആഹാരമില്ല. വെള്ളം കുടിക്കാവോ? നോ. We keep on moving. We keep on moving along. We keep on rolling. No, we ain't slowing it down. We ain't slowing down. എന്തോ അമ്മ ഇത്? ഇതാ ഇനി നിന്റെ ആഹാരം. ഇത്രയും കഴിച്ചാൽ മതി. അമ്മോ, അമ്മേ, ഇതിനകത്ത് ഉപ്പില്ല അമ്മേ. ഉപ്പ് മാത്രമല്ല, വെളിച്ചെണ്ണയില്ല. ആ, വെളിച്ചെണ്ണ ഇല്ല. അമ്മ ഒഴിച്ചില്ലേ? ഇനിയിപ്പോ അങ്ങനെ നിന്നാ മതി. എന്തോ അമ്മ വായു വെച്ച് കൂട്ടണ്ടേ ഇല്ലേ? വേണ്ട, ഡയറ്റാ. ഇതിനകത്തോ? ഇതിനകത്ത് ഉപ്പുണ്ട്, പുളിയുണ്ട്, വെളിച്ചെണ്ണയുണ്ട്, മുളക് പൊടിയുണ്ട്, മല്ലിപ്പൊടിയുണ്ട്, എല്ലാം ഉണ്ട്. മണമുണ്ട്. എനിക്കാ. ശ്രദ്ധിക്കാൻ മതി നമ്മെ. ആ, വളയട്ടെ അങ്ങോട്ട്, വളയട്ടെ അങ്ങോട്ട്. എന്റെ അമ്മ എനിക്ക് പറ്റത്തില്ല അമ്മേ. വില്ല് പോലെ ആവട്ടെ. വില്ല് പോലൊന്നും വളയാൻ പറ്റത്തില്ല അമ്മേ, നടുവിന് വേദനയാ. ആ, എണ്ണിക്ക്. അയ്യോ, എന്തുവാടാ നിനക്ക്? വയ്യേ നിനക്ക്? തല ചുറ്റും അമ്മേ. തല ചുറ്റുന്നു. ശീലമൊന്നും ഇല്ലല്ലോ.
വെള്ളം കിടക്ക്. പിന്നെ വെള്ളം കുടിക്കുന്നു. വെള്ളം പച്ച വെള്ളം ഞാൻ തരത്തില്ല ഞാൻ. ഇങ്ങനെ വെള്ളമൊക്കെ കുടിച്ചു കഴിഞ്ഞാലേ നിനക്ക് ആരോഗ്യത്തിന് കേടാവും. നീ എന്തെങ്കിലും ചെയ്യും. ആ കൊച്ചു വരുന്നതിന് മുമ്പ് എന്തെങ്കിലുമൊക്കെ കാട്ടിക്കോ. എന്തോ ചെയ്യാനാ ഞാന്? ഒരു കാര്യം ചെയ്യും, 150 സൂര്യ നമസ്കാരം അങ്ങ് ചെയ്തു. ചത്തു പോകുന്നള്ള ഞാന്. ചവാണെങ്കിൽ കുഴിച്ചിടാം. നീ അങ്ങോട്ട് ചെയ്യടാ അങ്ങോട്ട്. എനിക്ക് അടുക്കള കയറാനും പറ്റത്തില്ല, ജോലി ചെയ്യാനും പറ്റത്തില്ല. ഈ ചെറുക്കൻ്റെ പുറത്തൊന്ന് കെട്ടിക്കണ്ടായിരുന്നു. എനിക്ക് എങ്ങനെ ഇരുന്നാൽ മതി. ആരെ തൊഴുവാ ഞാൻ അനുഗ്രഹിച്ച ദേവിയായിട്ട് അങ്ങ് നിൽക്കാൻ ഞാൻ വന്ന്. എന്തോ അമ്മ ഇതൊക്കെ? ഒന്നുമില്ല മോളെ, ഇവൻ എന്നത്തെയും പോലെ ഒരു സ്വഭാവം. അങ്ങ് വർക്കൗട്ട് ചെയ്യുവോ യോഗ ചെയ്യുവോ സൂര്യ നമസ്കാരം ചെയ്യുവോ ഞാൻ നിർത്തടാന്ന് പറഞ്ഞിട്ട് കേൾക്കുന്നില്ല. അയ്യോ, നട്ടലൊക്കെ വട്ടം പോലെ വളയുന്നത്. പൂജ്യം ഉരുട്ടി അങ്ങ് വിട്ടാ മതി. ഇല്ലേ മോനെ? ഇതിനൊക്കെ ആവശ്യമുണ്ടോ അമ്മേ? ദാമ്പത്യ ജീവിതത്തിന് ഇതൊക്കെ ആവശ്യമില്ലേ മോളെ? കുഞ്ഞങ്ങ് ചെയ്യട്ടെ, അല്ലേടാ മോനെ? മോനെ ചേട്ടാ, എടാ കണ്ണു തുറക്കടാ. എടാ ഒന്ന് കണ്ണു തുറന്നേടാ. ചേട്ടാ മോനെ ആശുപത്രി വല്ലതും കൊണ്ടുപോകണോ അമ്മേ? നീ മിണ്ടരുത്. നീ ഒരൊറ്റ കാരണം എന്റെ ചെറുക്കൻ ഇങ്ങനെ കിടക്കുന്നത്. ഞാൻ എന്ത് ചെയ്തമ്മേ? 24 മണിക്കൂർ അയലത്തോട്ട് നോക്കി ഇടുന്ന കണ്ടവന്റെ ഫോട്ടോ എടുത്ത് സൂം ചെയ്ത് അവന്റെ ആത്മലാവണ്യം കണ്ടുകൊണ്ടിരുന്ന് കഴിഞ്ഞാലേ ചെറുക്കൻ ഇങ്ങനെ കിടക്കേണ്ടി വരും. ഞാൻ ആരെയും നോക്കിയെന്നാ? ഓ അറിയത്തില്ല, അപ്പുറത്തെ വീട്ടിൽ വാടകയ്ക്ക് താമസിക്കുന്ന ചെറുക്കന്റെ. എന്റെ അമ്മേ, ഞാൻ ആരെയും നോക്കിയിട്ടില്ല. അപ്പൊ ഒഴുക്ക് അവനെ കണ്ടിട്ട് അവന്റെ ഭംഗി ഒഴുകുവാ, ശരീരം ഒഴുകുവെന്ന് പറഞ്ഞതോ? എന്റെ അമ്മയെ ഞാൻ അത് പറഞ്ഞതല്ല. അവിടെ കിടക്കുന്ന സാരി അമ്മ ശ്രദ്ധിച്ചില്ലായിരുന്നോ? ഞാൻ ആ സാരിയാ നോക്കിയേ. സാരിയാ നോക്കിയേ? ആ, അപ്പൊ നല്ല ഭംഗിയാന്നൊക്കെ പറഞ്ഞതോ? ഞാൻ അതിന്റെ ടെക്സ്ചറും ഭംഗിയും ഒഴുക്കും അതിന്റെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. ഒന്നുമില്ലേലും ഞാനൊരു ഫാഷൻ ഡിസൈനർ അല്ലേ അമ്മേ. ഞാൻ ശ്രദ്ധിക്കുമ്പോ കൂടുതലും ഇങ്ങനത്തെ കാര്യങ്ങളാണല്ലോ നോക്കുന്നേ. അയ്യോടാ പാവ. എടാ, നീ ഈ കാള പറ്റുന്ന കേൾക്കുമ്പോഴേ കയറെടുക്കുന്നതിന്റെ ഉദ്ദേശം എനിക്ക് മനസ്സിലാവുന്നില്ല. സംശയരോഗി. ഞാൻ എത്ര വട്ടം പറഞ്ഞെന്നറിയോ എന്റെ പൊന്നു മോളെ, നീ അങ്ങനൊന്നും ചെയ്യത്തില്ല നോക്കത്തില്ല. പക്ഷെ ഇവനോ എന്ത് പോയവനാ? എടാ, അന്തസ്സുള്ള പെണ്ണുങ്ങൾ ഒരിക്കലും സ്വന്തം കഴുത്തിൽ താലി കെട്ടിയ പുരുഷനല്ലാതെ വേറൊരു പുരുഷനെ നോക്കത്തില്ല. അതും എന്റെ കൊച്ച്. ഇവളെ കണ്ടാ പറയോ ഇവിടെ ആരെങ്കിലും ഒക്കെ വായി നോക്കുന്നവളാണ്? സംശയിച്ച് കളഞ്ഞല്ലോടെ കൊച്ചിനെ. എങ്കിൽ പിന്നെ ഞാൻ ചേട്ടന് കുടിക്കാൻ ഇച്ചിരി വെള്ളം എടുത്തിട്ട് വരാം. ഓട്ടക്കലത്തിലാണല്ലോടാ മോനെ നീ വെള്ളം കോരിയത്. അഭ്യാസം. ബ്രാൻഡോ? എൻ്റെത് ബ്രാൻഡ് സാരി തന്നെയാ. തകർന്നു പോയില്ലേ? ഞാൻ തന്നെയാടി ബ്രാൻഡ്.